നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടായ ഓൾഫാക്ടറി നെർവുകളും അതുപോലെ ഓൾഫാക്ടറി ബൾബുകളെയും പറ്റിയാണ്. അപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചറാണ് എന്ത്? ഓൾഫാക്ടറി ബൾബ്. ഈ കാണുന്നത് ഇൻഫീരിയർ സർഫസ് ഓഫ് ബ്രെയിൻ ആണ്. ഇതതിൻ്റെ ഓർബിറ്റൽ സർഫസാണ്. ഇതതിൻ്റെ ടെൻഡോറിയൽ സർഫസാണ്. ഓർബിറ്റൽ സർഫസിലുള്ള ഒരു സൾക്കസാണ് ഈ കാണുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഓൾഫാക്ടറി സൾക്കസ്. ഓൾഫാക്ടറി സൾക്കസിൻ്റെ സർഫസിലുള്ള സ്ട്രക്ചറാണിത്. ദിസ് ഈസ് ദ olfactory tract and this will be the olfactory bulb. അപ്പോൾ ഓൾഫാക്ടറി നെർവുകൾ ടേക്ക് ദ സെൻസേഷൻ ഫ്രം nasal cavity, upper part of the nasal cavity, and they carry that sensation to the olfactory bulb. അപ്പോൾ nasal cavityയുടെ അപ്പർ പാർട്ട് എന്ന് പറയുമ്പോൾ ലാറ്ററൽ വോളിൻ്റെ അപ്പർ പാർട്ട് വരും, അതുപോലെ തന്നെ സെപ്റ്റത്തിൻ്റെയും അപ്പർ പാർട്ട് വരും. ഇവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ക്രിബ്രിഫോം പ്ലേറ്റ് വഴി, അതായത് നമുക്കറിയാം എത്മോയിഡ് ബോൺ എന്ന് പറയുന്നത് നേസൽ ക്യാവിറ്റിയുടെ റൂഫാണ്. അപ്പോൾ ആ റൂഫിലുള്ള എത്മോയിഡൽ ബോണിൻ്റെ ക്രിബ്രിഫോം പ്ലേറ്റ് വഴി ഈ ഫൈബറുകൾ മുകളിലേക്ക് വന്ന് ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ദിസ് പർട്ടിക്കുലർ ഓൾഫാക്ടറി ബൾബ്. അതാണ് കൺസെപ്റ്റ്. ഇപ്പോൾ ഓൾഫാക്ടറി നെർവുകളെ പറ്റി നോക്കുവാണെങ്കിൽ ഓൾഫാക്ടറി ന്യൂറോൺ അതൊരു ബൈപ്പോളറാണ്. അതിൻ്റെ പെരിഫറൽ പ്രോസസ്സാണ് അവിടുന്ന് ഓൾഫാക്ഷൻ സെൻസേഷൻ എടുക്കുക. സെൻട്രൽ പ്രോസസ്സാണ് ക്രിബ്രിഫോം പ്ലേറ്റ് വഴി പാസ് ചെയ്ത് ഓൾഫാക്ടറി ബൾബിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്ര ഓർത്തിരുന്നാൽ മതി. ഇത് കൂടാതെ അവിടെ സപ്പോർട്ടിംഗ് ഫംഗ്ഷനായിട്ട് സസ്റ്റൻറ്റാക്കുലർ സെൽസ് ഉണ്ട്. ദേ ആർ കൊളുമിനാർ സെൽസ്, ടോൾ കൊളുമിനാർ സെൽസ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ഓൾഫാക്ടറി ബൾബ്. അപ്പോൾ ഇത് ഗ്രേ മാറ്റർ ആണെന്ന് ഓർക്കുക. ദിസ് ഇസ് എ ഗ്രേ മാറ്റർ, മാസ് ഓഫ് ഗ്രേ മാറ്റർ. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ, ആസ് വി ക്യാൻ സീ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ inferior surface of the frontal lobe at the orbital surface. This is known as orbital surface, superficial to the olfactory sulcus. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. ഇങ്ങനെ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ എങ്ങനെ കട്ട് ചെയ്താലും ഐ ക്യാൻ സീ ദ സെക്ഷൻസ് ഓർ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂറോൺസ് വിത്തിൻ ദ ഓൾഫാക്ടറി ബൾബ് ആൻഡ് ഓൾഫാക്ടറി ട്രാക്ട്. അപ്പം ഇതിൻ്റെ ഒരു ജനറൽ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ ഓൾഫാക്ടറി ബൾബാണ് ഈ കാണുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഈ സ്ട്രക്ചറാണ് എന്താ? ഓൾഫാക്ടറി ട്രാക്റ്റ്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദിസ് വിൽ ബി ദ ഓൾഫാക്ടറി സ്ട്രയെ. ദിസ് ഈസ് ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയെ ആൻഡ് ദിസ് വൺ വിൽ ബി മീഡിയൽ ഓൾഫാക്ടറി സ്ട്രയെ. അത് രണ്ട് സ്ട്രയുടെ ഇടയിൽ കാണുന്ന ഈ റീജിയനാണ് എന്ത്? ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസ്. ഈ ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയെ ഡീപ്പായിട്ട് പോകുന്നു. മീഡിയൽ ഓൾഫാക്ടറി സ്ട്രയെ വിച്ച് ഈസ് പാസിങ് ഡീപ്പ് ടു ദ ഒപ്റ്റിക് നെർവ്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് നോക്കാം. സോ ദിസ് ഈസ് ദ സെക്ഷൻ ത്രൂ ദ ഓൾഫാക്ടറി ബൾബ്. അപ്പോൾ നമ്മൾ ഓൾഫാക്ടറി ബൾബ് നോക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദ ന്യൂറോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ലെയറുകൾ? അപ്പോൾ നോക്കിയാൽ നമ്പർ 1, ഏറ്റവും വെളിയിൽ എൻ്റെ ഇവിടെ ഒരു ലെയർ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ 2, ഇവിടെ അടുത്തൊരു ലെയർ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ 3, നമ്പർ 4 ദിസ് ലെയർ, നമ്പർ 5 this layer, number 6 is this one. നമുക്ക് ഓരോ ലെയർ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ലെയർ, ആ ഫസ്റ്റ് ലെയർ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? ഓൾഫാക്ടറി ന്യൂറോണിൻ്റെ ആക്സോൺസ് ഓർ സെൻട്രൽ പ്രോസസ്, എൻ്റെ മൗസ് പോയിൻ്റർ ട്രേസ് ചെയ്യുക, സെൻട്രൽ പ്രോസസ്സ് പാസ് ചെയ്ത് പോകുന്ന ലെയറാണിത്. സോ ദാറ്റ് വിൽ ബി നോൺ ആസ് നെർവ് ഫൈബർ ലെയർ, അല്ലെങ്കിൽ ഫൈബർ ഓഫ് ലെയർ കണ്ടെയ്നിങ് ഓൾഫാക്ടറി നെർവ്സ്, രണ്ട് രീതിയിലും പറയാം. ഇനി ഈ പടത്തിൽ തന്നെ നമുക്ക് ട്രേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെൻട്രൽ പ്രോസസ്സ് വന്നു ആൻഡ് ഇറ്റ് ഈസ് റീച്ചിങ് ഇൻ ടു എ പ്ലെക്സസ് ഓഫ് നെർവ്സ് വിച്ച് ആർ സിനാപ്സിങ് വിത്ത് ഈച്ച് അതർ. ആ പ്ലെക്സസ് ഓഫ് നെർവ്സിൽ എന്തൊക്കെയുണ്ട്? ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ദ ഫൈബർ ദാറ്റ് ഈസ് അറൈസിങ് ഫ്രം ദിസ് സെൽ, ഇറ്റ് ഈസ് നോൺ ആസ് മൈട്രൽ സെൽ. ഈ കാണുന്ന സെല്ലുകളാണ് എന്ത്? മൈട്രൽ സെൽസ്. ഈ മൈട്രൽ സെല്ലുകൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ദേ ആർ ലുക്കിംഗ് ലൈക്ക് എ ബിഷപ്സ് മൈറ്റർ. അതിൻ്റെ എപ്പെക്സ് ആണ് ഈ കാണുന്നത്. ദിസ് ഇസ് ദ എപ്പിക്കൽ റീജിയൻ ആൻഡ് ദിസ് വൺ വിൽ ബി ദ ബേസൽ റീജിയൻ. അപ്പോൾ എപ്പിക്കൽ റീജിയനിൽ നിന്ന് എറേസ് ചെയ്യുന്നത് ആക്സോണല്ല, ദാറ്റ് ഈസ് അഗെയിൻ ഡെൻഡ്രൈറ്റ്. അപ്പോൾ എപ്പിക്കൽ ഡെൻഡ്രൈറ്റ് ആണ് എവിടേക്ക് വരിക? ദാറ്റ് വിൽ ബി റീച്ചിങ് ഇൻ ടു ദിസ് സിനാപ്സ്. നമ്മൾ ഈ കളക്ഷൻ ഓഫ് സിനാപ്റ്റിക് ന്യൂറോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലൈ, സിനാപ്റ്റിക് ഗ്ലോമറുലൈ. അപ്പോൾ മൈട്രൽ സെല്ലിൻ്റെ എപ്പെക്സിൽ നിന്നുള്ള ഡെൻഡ്രൈറ്റായ epical dendrite that will be reaching the synaptic glomeruli. The next component of synaptic glomeruli will be coming from again a process, peripheral process from this particular cell, and this particular cell is known as tufted cell.
ദിസ് ടഫ്റ്റഡ് സെല്ലിൻ്റെയും പെരിഫറൽ ഫൈബേഴ്സ് ആണ് എവിടെ എത്തുക? ദാറ്റ് വിൽ ബി റീച്ചിങ് ദ സിനാപ്റ്റിക് ഗ്ലോമറുലൈ. മൂന്നാമത് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്, നിങ്ങൾക്ക് ഇവിടെ ഒരു നീല കളറിൽ ന്യൂറോണിനെ കാണാൻ പറ്റും. അതിൻ്റെയും പെരിഫറൽ പ്രോസസ്സ് വന്നു ദാറ്റ് വിൽ ബി റീച്ചിങ് ദ സിനാപ്റ്റിക് ഗ്ലോമറുലൈ. ദിസ് ന്യൂറോൺ ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ ഗ്രാന്യൂൾ ന്യൂറോൺ ഓർ ഇൻറ്റേർണൽ ഗ്രാന്യൂൾ സെൽ. നമുക്ക് പിന്നീട് നോക്കാം. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺ ദറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓവർ ഹിയർ. അപ്പോൾ ഈ കാണുന്ന ന്യൂറോണിനെ നമ്മൾ ഈ പടത്തിൽ, ദിസ് ഈസ് എ ഡയഗ്രാം ഫ്രം ദ ഗ്രേസ് അനാട്ടമി 41st എഡിഷൻ. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ ന്യൂറോണിനെ വിളിക്കുന്ന പേര് പെരിഗ്ലോമറുലാർ ന്യൂറോൺ എന്നാണ്, അതായത് ഗ്ലോമറുലസിൻ്റെ വെളിയിൽ കാണുന്ന ന്യൂറോൺ എന്നുള്ള രീതിയിൽ. പക്ഷേ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ദീസ് ന്യൂറോൺസ് വിൽ ബി പ്രസൻറ്റ് ഇൻ ദ ലെയർ ഡീപ്പ് ടു ദാറ്റ്. അപ്പോൾ ഈ ലെയറിൽ, അതായത് ഈ ടഫ്റ്റഡ് സെല്ല് കിടക്കുന്ന ലെയറിൽ കിടക്കുന്ന ന്യൂറോണിൻ്റെ പ്രോസസ്സാണ് ഇവിടേക്ക് ഗ്ലോമറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് സം ടെക്സ്റ്റ് ബുക്സ് വിൽ കോൾ ദിസ് ന്യൂറോൺ ആസ് എക്സ്റ്റേണൽ ഗ്രാന്യൂൾ സെൽ, എക്സ്റ്റേണൽ ഗ്രാന്യൂൾ ന്യൂറോൺ. അപ്പം അതിൻ്റെ പെരിഫറൽ പ്രോസസ്സുകളും സിനാപ്റ്റിക് ഗ്ലോമറിലേക്ക് എത്തുന്നുണ്ട്. ദ നെക്സ്റ്റ് കമ്പോണൻറ്റ് ഓഫ് സിനാപ്റ്റിക് ഗ്ലോമറുലൈ വിൽ ബി അറൈസിങ് ആസ് ദിസ് കളേർഡ് ന്യൂറോൺ ഓവർ ഹിയർ. ഈ ന്യൂറോൺ ആണ് എന്ത്? ദാറ്റ് ഈസ് ദ സെൻട്രിഫ്യൂഗൽ ഫൈബേഴ്സ് കമ്മിങ് ഫ്രം ദ ബ്രെയിൻ, സെൻട്രിഫ്യൂഗൽ ആക്സോൺസ്. ഈ ആക്സോൺസും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ന്യൂറോണും നോക്കിയാൽ ഇൻഫർമേഷൻ വാസ് പാസിങ് ഫ്രം പെരിഫറി ടു ദ സെൻട്രൽ റീജിയൻ. പക്ഷേ സെൻട്രിഫ്യൂഗൽ നോക്കുമ്പോൾ ഇൻഫർമേഷൻ വാസ് പാസിങ് ഫ്രം ദ സെൻറ്റർ ടു ദ പെരിഫറി. ഈ ഡയറക്ഷനാണ് ഇൻഫർമേഷൻ പാസ് ചെയ്ത് വരിക. അപ്പോൾ ഇത്രയും ചേർന്ന് ഗ്ലോമറുലൈ ഉണ്ടായി. സോ ദിസ് ലെയർ ഈസ് നോൺ ആസ് ലെയർ ഓഫ് സിനാപ്റ്റിക് ഗ്ലോമറുലൈ. ദ നെക്സ്റ്റ് ലെയർ, ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്, ഈ ലെയറിനെ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ പ്ലെക്സിഫോം ലെയർ എന്നാണ്. പക്ഷേ in some textbooks, because of the presence of this, I told you already, this external granule cells in this layer, നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ ഗ്രാനുലാർ ലെയർ എന്നും വിളിക്കാറുണ്ട്. എക്സ്റ്റേണൽ ഗ്രാനുലാർ ലെയർ പോലുള്ള സെല്ലുകൾ ആരൊക്കെയാണ്? ദിസ് പർട്ടിക്കുലർ പെരിഗ്ലോമറുലാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഗ്രാന്യൂൾ ന്യൂറോൺ ആൻഡ് ദിസ് ടഫ്റ്റഡ് സെൽ. റൈറ്റ്. നൗ ദ നെക്സ്റ്റ് ലെയർ, അവിടെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ന്യൂറോൺസ് ആണെന്ത്? ഈ കാണുന്ന മൈട്രൽ സെൽസ്. മൈട്രൽ സെല്ലിനെ പറ്റി നമ്മൾ ഓൾറെഡി കുറച്ച് ഡീറ്റെയിൽസ് നോക്കി. ഇപ്പോൾ കുറച്ചുകൂടെ നോക്കാം. ഇതിൻ്റെ എപ്പിക്കൽ ഡെൻഡ്രൈറ്റ് സിനാപ്റ്റിക് ഗ്ലോമറുലയിലേക്ക് പോയതായിട്ട് നമ്മൾ കണ്ടു. വാട്ട് ഹാപ്പൻസ് ടു ദ അതർ ഡെൻഡ്രൈറ്റ്സ് വിച്ച് ആർ അറൈസിങ് ഫ്രം ദ ബേസൽ റീജിയൻ? ഇവിടെ നോക്കി, യു ക്യാൻ സീ ദ ബേസൽ ഡെൻഡ്രൈറ്റ് ഈസ് സിനാപ്സിങ് വിത്ത് അനദർ പ്രോസസ് ഫ്രം ദ ഇൻറ്റേർണൽ ഗ്രാന്യൂൾ സെൽ ഓവർ ഹിയർ. ദ നെക്സ്റ്റ്, some of the basal dendrites will be synapsing with the centrifugal axonal fibers over here. And we can see the axons of the mitral cell is arising in this fashion from the basal zone, and from the axons we have axon collaterals which are present in this region, and that will be synapsing with the some of the other processes of internal granule cells. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് മൈട്രൽ സെല്ലിനെ പറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് റെസ്റ്റ് ഓഫ് ദ ആക്സോൺ വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ ടു ദ ഓൾഫാക്ടറി സെൻട്രൽ റീജിയൻ ഓഫ് ഓൾഫാക്ടറി ട്രാക്ട്, olfactory bulb, and that will be continuing into the olfactory tract. The next layer that consists of this very particular neurons, they are the internal granule cells. നമ്മൾ ഇതിൻ്റെ ഫൈബറുകളെല്ലാം കണ്ടു. ഇതിൻ്റെ ഒരു ഫൈബർ എവിടെ ചെന്നു? that was reaching the synaptic glomeruli. Next fiber was making a synapse with the axon collaterals of mitral cells, and basically they are interneurons. Interneurons ആകുമ്പോൾ അവിടെയുള്ള എല്ലാ ന്യൂറോൺസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ഷൻ വരും. The next layer will be the നെർവ് ഫൈബർ ലെയർ ഓഫ് ദ ഓൾഫാക്ടറി ട്രാക്ട്. അതായത് കാണാൻ പറ്റും, ഇവിടെ ഫൈബറുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഫൈബറിലെ മൈട്രൽ സെല്ലിൻ്റെ ഫൈബറുകൾ മാത്രമല്ല, ആസ് വി ക്യാൻ സി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ആക്സോൺസ് ഫ്രം ദിസ് പർട്ടിക്കുലർ ടഫ്റ്റഡ് സെൽസ് ഓൾസോ. അപ്പോൾ ടഫ്റ്റഡ് സെല്ലിൻ്റെ ഫൈബറുകളും ഓൾഫാക്ടറി ട്രാക്റ്റിലുണ്ട്. ഇനി ഒരു സ്പെഷ്യൽ ഫീച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്, ഈ ടഫ്റ്റഡ് സെല്ലിൻ്റെ ആക്സോണിൽ നിന്നും എന്ത് റൈസ് ചെയ്യുന്നുണ്ട്? ദർ ഇസ് സം ആക്സോൺ കൊളാട്രൽസ്. ദീസ് കൊളാട്രൽസ് വിൽ ബി സിനാപ്സിങ് വിത്ത് ദ എക്സ്റ്റേണൽ ഗ്രാന്യൂൾ സെൽ ഓർ പെരിഗ്ലോമറുലാർ ന്യൂറോൺ. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ ആക്സോൺ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നതാണ്? സോ ദർ ഈസ് എൻ ആൻറ്റീരിയർ ഓൾഫാക്ടറി ന്യൂക്ലിയസ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ ഓൾഫാക്ടറി ട്രാക്ട്. ഈ ഓൾഫാക്ടറി ട്രാക്റ്റിൽ നിന്ന് എറേസ് ചെയ്ത് വരുന്ന ഫൈബറുകളാണ് സെൻട്രിഫ്യൂഗൽ ആക്സോൺസ്. ദേ ആർ ദ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ. ഓൾ അതർ fibers we have discussed till now will be the input information. So this is the structure of olfactory bulb.